വർക്കലയിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെസിയോക്കോവിനെ ഡൽഹി പട്യാല കോടതിയിൽ ഹാജരാക്കി. ഇന്റർപോൾ നിർദ്ദേശപ്രകാരമായിരുന്നു അമേരിക്ക തേടുന്ന രാജ്യാന്തര കുറ്റവാളിയെ 2 ദിവസം മുൻപ് അറസ്റ്റ് ചെയ്ത. ഹാക്കിങ്ങിലൂടെ കോടീശ്വരനായ അലക്സേജ് താമസിച്ച ഹോം സ്റ്റേയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഗ്രാവിറ്റി ഉള്ളൊരു ക്രിമിനല് നമ്മുടെ കൺട്രീസ് ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ അധികാരികളെ കേന്ദ്ര സേനകളിലുള്ള ആൾക്കാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്നൊരു വീഴ്ചയാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ പല ഹോം സ്റ്റേകളുണ്ട്. പലതും ആരാണ് എടുത്തേക്കുന്നതെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും ആർക്കും അറിയില്ല. ഒരാൾ വരും, ഒരു വീട് നോക്കും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റിൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ചെക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി സുരക്ഷാ ഭാഗങ്ങളൊന്നും ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പായിട്ട് ലെസ്ലി എന്ന് പറഞ്ഞൊരു US പൗരനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു പൗരനായിരുന്നു. പുള്ളി അവിടുത്തെ ഒരു വലിയൊരു കേസിലെ പ്രതിയാണ്. പെഡോഫൈൽ എന്നാണ് അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യ വിട്ട് അവരുടെ രാജ്യം വിട്ട് പുറത്ത് പോയിക്കൂടാ എന്ന് പറയുന്ന ഒരു ക്രിമിനലായിരുന്നു. എത്രയോ വർഷങ്ങൾ നമ്മുടെ ഈ വർക്കല ക്ലിഫിൽ റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്നത്. ലെസ്ലി പാർട്ടിൻ എന്നാണ് അവൻ്റെ പേര്. രണ്ടാമത് അതിനേക്കാൾ വലിയൊരു കുറ്റവാളിയാണ് ഇപ്പോൾ വർക്കല മേഖലയിൽ നിന്ന്. പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ പേര് ഗ്യാരൻടെക്സ് എന്നാണ്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഈ ഗ്യാരൻടെക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ഉള്ളത്. അനന്തൻ, പോലീസ് ഉദ്യോഗസ്ഥയുടെ മുഖത്ത്, അജിതാബേഗത്തിന്റെ മുഖത്ത് തന്നെ ഒരു അമ്പരപ്പുണ്ട്. അവിശ്വസനീയമായ ഒരു അറസ്റ്റ് എന്ന നിലയിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റ് എന്ന നിലയിൽ എങ്ങനെ ഇയാളിലേക്ക് എത്തി? ഇയാളുടെ ആസ്തി വിവരങ്ങൾ അടക്കമുള്ള എന്തൊക്കെ വിവരങ്ങളാണ് കേരള പോലീസിന് ലഭിച്ചിട്ടുള്ളത്? രതീഷ്, DIG അജിത ബീഗം, തിരുവനന്തപുരം റൂറൽ SP K സുദർശൻ, വർക്കല ACP ഗോപകുമാർ, ഇവരുടെയൊക്കെ വർക്കല പോലീസിൻ്റെ തന്നെയും ഇവരുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാണ് അവർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. CBIയിൽ നിന്ന് ഒരു ടിപ്പ് കിട്ടുമ്പോൾ ഇത്രയും വലിയ കുറ്റവാളിയാണ് തങ്ങൾ പിടികൂടാൻ പോകുന്നത് എന്ന് ഒരിക്കൽ പോലും അവർ കരുതിയിരുന്നില്ല. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ CBIയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ ഒരു എത്രത്തോളം അന്താരാഷ്ട്ര ഇന്റർപോൾ എത്രയോ വിലപിടിപ്പുള്ളൊരു കുറ്റവാളിയാണ് തങ്ങൾ പിടികൂടിയിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടത്. ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ഒരു നേട്ടവും ഒരു മികവ് അവിടെ പ്രകടമായത് ഇങ്ങനെയൊരു ടിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ CBIയിൽ നിന്ന് ലഭിച്ച വിവരത്തിൽ അതിൻ്റെ മേൽവിലാസത്തിൽ ചെറിയ പിശകുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആദ്യം ആ മേൽവിലാസം വെച്ചിട്ടാണ് വർക്കലയിൽ അന്വേഷണം നടത്തിയത്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ മേൽവിലാസത്തിലെ പിശക് മൂലം ഇയാൾ അവരുദ്ദേശിച്ച ലൊക്കേഷനിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 2-3 ദിവസം തുടർച്ചയായിട്ട് വർക്കലയിലെ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമാണ് പിന്നീട് വർക്കല പോലീസ് നടത്തിയത്. അങ്ങനെയാണ് അതിലെ ഒരു CPO ഈ അലക്സേജ് ബെസിയോക്കോവ് താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് ചെന്ന് അവിടുത്തെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ബാഗുമായിട്ട് പുറത്തേക്ക് വരുന്ന ആളെയാണ് കണ്ടത്. അതായത് അയാൾ തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിൽ നിന്ന് വിദേശത്തേക്ക് പറക്കാൻ ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറി പോകുമായിരുന്നു. ഏതായാലും അതിനുശേഷം ഈ കുറ്റവാളിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലൂടെ ലക്ഷം കോടിയോളം ആസ്തി ഉണ്ടാക്കിയെടുത്ത ഒരു കുറ്റവാളിയാണ്. അമേരിക്കയിലെ വെർജീനിയയിൽ ബിറ്റ്കോയിൻ ഇടപാടിലൂടെ കോടികൾ സമ്പാദിച്ച് ലോകം മൊത്തം ഉള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ഹാക്ക് ചെയ്ത് സമ്പാദിച്ച പണം, പോൺ വീഡിയോകളിലൂടെ ഉണ്ടാക്കിയ പണം, മയക്കുമരുന്ന് ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ പണം, അങ്ങനെ ഒരു കുറ്റവാളിയാണ് കഴിഞ്ഞ 5 വർഷമായി തിരുവനന്തപുരത്ത് വർക്കലയിൽ ഇടയ്ക്കിടെ 5-6 മാസം വന്ന് വിശ്രമ ജീവിതം നയിച്ചിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് ആ നാട്ടുകാരൻ രോഹിത് എന്നയാൾ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഇത്തരം കുറ്റവാളികൾ എങ്ങനെയാണ് വർക്കല ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഹബ്ബായി മാറിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അന്താരാഷ്ട്ര കുറ്റവാളികളുടെയും ഹബ്ബായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലും വെബ് സീരീസിലും ഒക്കെ കാണുന്നത് പോലെ വലിയ മോഷണവും തട്ടിപ്പും ഒക്കെ നടത്തിയ ഇൻ്റർനാഷണൽ കുറ്റവാളികൾ ഇതുപോലെയുള്ള ഈ ചെറിയ കടലോര ഗ്രാമങ്ങളിൽ വന്ന് ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ അത്തരം സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുറ്റവാളിയാണ് ഇപ്പോൾ കേരള പോലീസ് പിടികൂടി ഇന്റർപോളിന് കൈമാറാൻ തുടങ്ങുന്നത്. പട്യാല കോടതിയിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അയാളെ ഇന്റർപോളിന് കൈമാറും. അങ്ങനെ അയാളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ശരി, കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ജീവിതമാണ് ആ കുറ്റവാളിയുടേത്. വർക്കലയിൽ നിന്ന് കേരള പോലീസ് പിടികൂടി. കേരള പോലീസിന്
അഭിമാനമാണ്. അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വർക്കല സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ മികവിലൂടെ കൂടിയാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്. ആർ അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്.